മലയാളത്തിലെ നവസിനിമയുടെ കണ്ണായിരുന്നു ഷാജി എൻ കരുൺ. 70കളുടെ ആദ്യം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്ര ബിരുദം നേടി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ ഷാജി എൻ കരുൺ എന്ന കൊല്ലം കണ്ടച്ചിറക്കാനിലൂടെ കണ്ടതാണ് പിന്നീട് മലയാളത്തിന്റെ നവസിനിമയുടെ ഒരു വസന്തകാലം. മലയാള കലാസിനിമയുടെ തലതൊട്ടപ്പനായ ജി അരവിന്ദന്റെ ക്യാമറ കണ്ണായിക്കൊണ്ടായിരുന്നു ഷാജി എന്ന ചലച്ചിത്രകാരന്റെ പിറവി. തമ്പ്, കാഞ്ചനസീത, കുമ്മാട്ടി, എസ്തപ്പാൻ, പൂക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത് എന്നിങ്ങനെ മലയാള സിനിമയുടെ എക്കാലത്തെയും സർഗമുദ്രകളായ സിനിമകൾക്ക് ജീവൻ നൽകിയ ഷാജി എൻ കരുൺ കരിയർ തുടങ്ങി ഒരു പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സിനിമാ ഛായാഗ്രഹകരിൽ ഒരാളായി പേരെടുത്തു. സിനിമയ്ക്കുള്ളിലെ സിനിമയായി അറിയപ്പെടുന്ന കെ.ജി. ജോർജിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിന്റെയും ഛായാഗ്രഹകനായിരുന്നു ഷാജി. MT ഹരിഹരൻ ടീമിന്റെ പ്രണയകാവ്യമായ നഗക്ഷതങ്ങളെയും ഒരു ദൃശ്യകാവ്യമാക്കിയതിനു പിന്നിൽ ഷാജി എൻ കരുണിന്റെ ക്യാമറ വൈഭവമുണ്ട്. 1989 പിറവിയിലൂടെയാണ് ഷാജി എൻ കരുൺ എന്ന സംവിധായകന്റെ പിറവി. മലയാള സിനിമയുടെ തിലകക്കുറിയായ പിറവി 70ഓളം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലൂടെ സഞ്ചരിച്ച് 30ഓളം ദേശീയ അന്തർദേശീയ ബഹുമതികൾ നേടി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ ചിത്രമാണ്. പ്രേംജി എന്ന മഹാപ്രതിഭയിലൂടെ മകനെ തേടിയുള്ള ഒരച്ഛന്റെ അലച്ചിൽ അടിയന്തരാവസ്ഥക്കാലത്തിന്റെ രാഷ്ട്രീയ ധ്വനികളോടെ പിറവിയിൽ അനശ്വരമാക്കി. പിറവിക്ക് പിന്നാലെ സങ്കടങ്ങളുടെ ഒരു മഹാപർവ്വതമായ സോമും കാൻ ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ തിളക്കമായിരുന്നു. ഒരു കഥകളി നടന്റെ അസ്തിത്വ സംഘർഷങ്ങളിലൂടെ മോഹൻലാൽ വാനപ്രസ്ഥത്തിലും ചവിട്ടുനാടകത്തിന്റെ ചടുലതാളത്തിലൂടെ മമ്മൂട്ടി കുട്ടിസ്രാങ്കിലും ഷാജി എൻ കരുണിന്റെ അഭിനയ ശില്പങ്ങളായി. രജത് കപൂർ നായകനായ ഹിന്ദി ചിത്രം നിഷാദ്, ജയറാം നായകനായ സോപാനം, ഓള് എന്നീ സിനിമകളിലൂടെയും AKG എന്ന ഡോക്യു ഫിക്ഷനിലൂടെയുമായി പരന്നു നിൽക്കുന്ന പ്രതിഭ മലയാളത്തിന്റെ സിനിമാ സംസ്കാരം മാറ്റിപ്പണിയുന്നതിന്റെയും പതാകവാഹകനായിരുന്നു. 1998 കേരള ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചപ്പോൾ ഷാജി എൻ കരുണായിരുന്നു ആദ്യ ചെയർമാൻ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷനെയും ഏറ്റവും ഒടുവിലായി നയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു ഷാജി എൻ കരുൺ. മലയാള സിനിമയുടെ ഒരു കാലത്തെ ക്യാമറയിലൂടെയും അല്ലാതെയും നയിച്ച ഒരു മഹത് കാലം ഷാജി എൻ കരുണിലൂടെ വിടവാങ്ങുകയാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.